നിങ്ങളെന്താ ലേറ്റായേ? അതിന് അവള് നിന്നെ പോലെ വീട്ടിൽ ചുറിയും കയറി ചുമ്മാ ഇരിക്കുകയല്ലേ, ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യും. അങ്ങനെ കളിയാക്കിയൊന്നും വേണ്ട ശരത്തെ. വീട്ടിൽ ചുമ്മാ ഇരിക്കണമെന്ന് അത്ര നിസ്സാര പണിയൊന്നും അല്ല. എന്തോരം പണികളുണ്ടെന്നറിയോ? ഒരു വീട്ടിൽ അതിന് മാത്രം എന്ത് പണിയാണുള്ളത്? നമ്മൾ അധ്വാനിച്ച് കാശും ഉണ്ടാക്കി സാധനവും വാങ്ങിച്ച് കൈ കൊണ്ടു കൊടുക്കും. ഇല്ലല്ലോ, അത് വച്ചുണ്ടാക്കുന്ന ജോലി മാത്രമല്ലേ ഉള്ളൂ. എന്നാലേ നമ്മളൊരു കാര്യം ചെയ്യാം. നാളെ മുതൽ ഞങ്ങൾ വീട്ടുപണികളൊക്കെ ചെയ്തോളാം. നിങ്ങൾ വെളിയിൽ പോയി ഞങ്ങളെ പണി ചെയ്യും. ഈ പഠിപ്പും വേറൊന്നും ഇല്ലാത്ത ഇവക്ക് ആര് ജോലി കൊടുക്കാനുണ്ട്? ഇനി പണ്ടത്തെ വല്ല ഡാൻസ് ടീച്ചറായിട്ടോ വല്ല വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടി ഇപ്പോൾ ഒരു 10,000 രൂപ കിട്ടും. ഈ 10,000 രൂപ വെച്ചോണ്ട് എൻ്റെ കൊച്ചിൻ്റെ ഒരു ഭാഗത്തെ സ്കൂൾ ഫീസ് അടയ്ക്കാൻ പോലും പറ്റില്ല. അതിന് 10,000 രൂപ അത്ര കുറച്ച് കാണണം എന്തിനാ? ഒന്നുമില്ലെങ്കിൽ അവൾ ആവശ്യമെങ്കിലും നടക്കൂലേ? അല്ല, ടീനേന്ന് എന്തിനാണ് ഈ പറയണത്? ഇവക്ക് ടീനെ പോലെ പഠിപ്പും വിവരമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഒരാളത് നേരെ സംസാരിക്കണം എങ്ങനെയാണെന്ന് പോലും ഇവർക്ക് അറിഞ്ഞൂടാ. അതെ, ചേട്ടൻ എൻ്റെ ചേച്ചി മനസ്സിലാക്കാഞ്ഞിട്ടാ. കല്യാണത്തിന് മുന്നേ എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്ന എൻ്റെ ചേച്ചിയാ. എൻ്റെ ചേച്ചിയെ യൂണിവേഴ്സിറ്റിയിലെ കലാതിലകമാണ്. ആഹാ, എന്നിട്ട് ശരത്തെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ നമ്മുടെ അടുത്ത്. എടാ, നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോഴേ നമുക്ക് കഴിവൊന്നും ഇല്ലെങ്കിലും ചുമ്മാ ഈ നമ്മുടെ ഒരു താല്പര്യത്തിന് ഒത്തിരി സ്റ്റേജിൽ കയറി എന്തെങ്കിലും കാണിക്കൂലേ, അങ്ങനെ ഏതാണ്ടാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കോളേജിലെ ഏറ്റവും നല്ല ബെസ്റ്റ് ആക്ടർ ഞാനാണ്. അല്ല, ചേച്ചി BA ഭരതനാട്യ. അതുകൊണ്ട് ഞാൻ ഇതൊന്നും നോക്കണില്ല. അമ്മയെ വയസ്സാങ്കളത്ത് നോക്കാൻ ഒരാൾ വേണം. ആ ഒരൊറ്റ കാര്യമാണ് ഈ കല്യാണത്തിൽ ഞാൻ കണ്ടത്. പക്ഷെ ദോഷം പറയരുതല്ല, എൻ്റെ അമ്മ മരിക്കണത് വരെ ഇവളമ്മയെ പൊന്നുപോലെ നോക്കി. ഞാൻ ചെയ്ത ഒരു കാര്യങ്ങളും ശരത്തോട് സമ്മതിച്ചല്ലോ. എടി, നീ എന്തിനിപ്പോ ഇങ്ങനെ കരയണത്? ഞാൻ നിന്നെ അടിച്ച അല്ല കൊന്ന? ഹേ ദിവ്യ, താനെന്തിനെങ്ങനെ കരയുന്നത്? ഈ നമ്മുടെ കണ്ണീരിന് വിലയില്ലാത്തവരുടെ മുമ്പിൽ ഒരു തുള്ളി പോലും കരയരുത്. അങ്ങനെയൊക്കെ ചെയ്താലേ ഇവരൊക്കെ ജയിച്ചെന്നാ.